തമിഴ്നാട് തിരുപ്രംകുണ്ട്രം ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കൽ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിന് കനത്ത തിരിച്ചടി. ക്ഷേത്രത്തിൽ ഭരണസമിതിക്ക് കാർത്തിക ദീപം കൊളുത്താമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവായി. ക്ഷേത്ര ഭാരവാഹികൾക്ക് ഇതിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നിഷേധിച്ചിരുന്നു. ദീപം തെളിയിച്ചാൽ സമാധാനം തകരുമെന്ന വാദം അവിശ്വസനീയമെന്നും കോടതി വിലയിരുത്തി. ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം முருகருக்கு தீர்ப்பு கொடுத்திருக்கிறது. மாண்புமிகு நீதிமன்றத்தின் உத்தரவுகளை நாங்கள் மதிக்கிறோம். இந்த வெற்றியை இந்த திருப்பரங்குன்றம் மலை உச்சியில் தீபம் ஏற்ற வேண்டும் என்பதற்காக போராடிய அந்த திருப்பரங்குன்றம் மக்களுக்கும் இதற்கு முன்பு பலியான எங்கள் ஐயா ராஜகோபாலன் உள்ளிட்ட காளிதாஸ் யாதவ் உள்ளிட்ட பூர்ணச்சந்திரன் ஐயா பேராசிரியர் பரமசிவம் உள்ளிட்ட இந்த நீதிமன்ற உத்தரவை அமல்படுத்த வேண்டும் என்று தன்னுடைய உடலை இறைவனுக்கு அர்ப்பணித்த பூர்ணச்சந்திரன் அவர்களுக்கும் இந்த வெற்றி நாங்கள் சமர்ப்பிக்கிறோம். நிச்சயமாக தொடரும். அவதூறு கிளப்பியவர்கள் மனசாட்சிப்படி நடந்துக்கங்க. எல்லாத்தையும் முருகன் பார்த்துக்கிட்டு இருக்கான். முருகன் தராசுக்காரன். அவர் நீதிபதிக்குரிய அந்த தராசோடு உடையவன் தான் திருப்பரங்குன்றம் முருகன். நீங்கள் அவதூறு கற்பித்தவர்கள், எவ்வளவு ஏளன பேச்சு பேசியவர்கள், எங்களை அவமானப்படுத்தினீர்கள். அந்த அவமானங்களை எல்லாம் அடித்து உடைத்து தகர்த்து முருகன் எங்களுக்கு வெகுமானம் தந்திருக்கிறான். எல்லா புகழும் முருகனுக்கு, எல்லா புகழும் முருகனுக்கு, எல்லா புகழும் முருகனுக்கு. தமிழக அரசு அனைத்து மக்களுக்கும் சாதகமாக இருக்க வேண்டிய ஒரு மதசார்பற்ற அரசு. സംഘടനകൾ പറയുന്നത് ഞങ്ങൾക്കെതിരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കുന്നു, എല്ലാം അടിച്ചു തകർത്ത് മുരുകൻ വലിയ തിരിച്ചടിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്താണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്? കൃഷ്ണരാജ, മുരുക ഭക്ത ജയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വെട്രിവേൽ വീരവേൽ ഘോഷം മുഴക്കി തമിഴ്നാട്ടിൽ എമ്പാടും ആഘോഷം അണപൊട്ടി ഒഴുകുകയാണ്. അതായത് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിന് കനത്ത തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും. അതിൽ തിരുപ്പുറംകുണ്ട്രം മലമുകളിൽ അതേ ദീപത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. ദർഗയ്ക്ക് തൊട്ടടുത്തായുള്ള ദീപത്തൂണിൽ എവിടെയാണോ സ്റ്റാലിൻ സർക്കാർ ദീപം തെളിയിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്, എവിടെയാണോ ഭക്തജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞത്, എവിടെയാണോ കാർത്തിക ദീപം തെളിയിക്കേണ്ട ദിവസം ആത്മാഭിമാനത്തിന് മുറിവേറ്റത്, അതേ ദീപത്തൂണിൽ അതേ കൽത്തൂണിൽ ദീപം തെളിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് ഇതാ ഉത്തരവിട്ടിരിക്കുന്നു. ഇത് മുരുക ഭക്തജയം. സമാനമായ ഒരു സംഭവം നമ്മൾ കേരളത്തിൽ അനുഭവിച്ചതാണ്. അതിന്റെ നേർപതിപ്പ് ഇതാ ഇപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്നു. മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നു. ജസ്റ്റിസ് സ്വാമിനാഥൻ സിംഗിൾ ബെഞ്ച് ജഡ്ജിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അടക്കവുമായി പോയ വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാണേണ്ടത് നിങ്ങളുടെ തീരുമാനമായിരുന്നു തെറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഹിന്ദു സംഘടനാ നേതാക്കളടക്കം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇത് മുരുക ഭക്തരുടെ ജയം എന്നുള്ളതാണ്. ഏറ്റവും വലിയ കാര്യം പറഞ്ഞിട്ടുള്ളത് ദർഗയ്ക്ക് സമീപത്തെ കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. സ്റ്റാലിൻ സർക്കാരിന് അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നു. സർക്കാർ അനാവശ്യ ഭീതി പരത്തുന്നു എന്നാണ് കോടതി പറയുന്നത്. അതായത് ഒരു സർക്കാർ തന്നെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി പരത്തുന്നു എന്ന് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഉയർന്ന സ്ഥലത്ത് ദീപം തെളിയിക്കുന്നത് വിശ്വാസികൾക്ക് കാണാൻ വേണ്ടിയാണ് എന്ന് സ്റ്റാലിനോട്, MK സ്റ്റാലിനോട്, മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയാണ്. ജില്ലാ ഭരണകൂടവും ദേവസ്വം ബെഞ്ചും നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഈ വിധി വരുന്നത്. ദീപം തെളിയിച്ചാൽ സമാധാനം തകരുമെന്ന വാദം അവിശ്വസനീയം എന്നാണ് കോടതി പറയുന്നത്. വിശ്വാസികളുടെ ആവശ്യം അംഗീകരിക്കാത്തതിന് മതിയായ കാരണങ്ങളില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ തന്നെ അസ്വസ്ഥത സ്പോൺസർ ചെയ്താൽ സമാധാനം തകരും എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം തരംതാണ പ്രവൃത്തി കൃഷ്ണരാജ്, അത്തരം തരംതാണ പ്രവൃത്തി ഈ സർക്കാർ കാണിക്കില്ലെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുകൂടി ഡിവിഷൻ ബെഞ്ച് പറയുന്നു. ക്ഷേത്രം ദീപം ഈ തൂണിൽ തന്നെയാണ് തെളിയിക്കേണ്ടത് എന്നും കോടതി പറയുന്നുണ്ട്. മറ്റുള്ളവർ അവിടേക്ക് പോകരുതെന്ന് കോടതി പറയുന്നു. ഈ ദീപം തെളിയിക്കുന്ന സമയത്ത് ജില്ലാ കളക്ടർ നേരിട്ടെത്തി മേൽനോട്ടം വഹിക്കണം എന്നാണ് കോടതി പറയുന്നത്. ഈ കോടതി പരാമർശങ്ങളിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ ഇങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാം. അതായത്
ജില്ലാ ഭരണകൂടവും ദേവസ്വം ബെഞ്ചും നൽകിയ അപ്പീൽ, അതായത് ആ ദീപം തെളിയിക്കരുത്, സമാധാനം തകരുമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ അപ്പീൽ കോടതി തള്ളുന്നു. അതോടൊപ്പം തന്നെ കോടതി പറയുന്നു, ദീപം തെളിയിച്ചാൽ സമാധാനം തകരുമെന്ന വാദം അസംബന്ധവും അവിശ്വസനീയവുമാണ് എന്ന് പറയുന്നു. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ തകർന്നടിയുന്ന കാഴ്ച, മുരുക ഭക്തർക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ച, വെട്രിവേൽ വീരവേൽ ഘോഷങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ച തമിഴ്നാട്ടിൽ തിരുപ്പുറം കുണ്ട്രത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സമുദായങ്ങൾക്കിടയിൽ അവിശ്വാസം വളർത്താനാണ് ഒരു സർക്കാർ ശ്രമിക്കുന്നതെന്ന്. ഇതിൽ പരമൊരു തിരിച്ചടി ഈ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ, കരുണാനിധി തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന കരുണാനിധിയുടെ മകന് ഇതിൽ പരമൊരു തിരിച്ചടി വരാനില്ല. ഇരു സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താൻ ഒരു സർക്കാർ തന്നെ ശ്രമിക്കുന്നു എന്ന് കോടതി പറയുമ്പോൾ ഇനി ആ സർക്കാർ തുടരേണ്ടതുണ്ടോ എന്നുള്ളത് പോലും സംശയത്തിന്റെ രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതായത് സർക്കാർ ചെയ്യുകയാണ് രണ്ട് സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടി. ഒപ്പം തന്നെ സർക്കാർ തന്നെ അസ്വസ്ഥത സ്പോൺസർ ചെയ്താൽ സമാധാനം തകരും എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരംതാണ പ്രവൃത്തി നിങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കോടതി പറയുമ്പോൾ അത് നേരിട്ടുള്ള വിമർശനമാണ്. നമ്മൾ കണ്ടിരുന്നു ശബരിമല പ്രക്ഷോഭ സമയത്ത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേർപതിപ്പ് കേരളത്തിൽ എന്താണ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ശബരിമല എന്ന കേരളത്തിന്റെ പുണ്യസ്ഥലത്തെ കേരളത്തിന്റെ കുലദൈവമായ ശബരിമല അയ്യപ്പനെ അപമാനിക്കാൻ, അവഹേളിക്കാൻ പിണറായി വിജയൻ എന്താണോ ചെയ്തു കൂട്ടിയത് അതിന്റെ 100 ഇരട്ടി പ്രഹരശേഷിയോടെയാണ് തിരുപ്പുറം കുണ്ട്രം മലയെ തകർക്കാൻ, തിരുപ്പുറം കുണ്ട്രം മുരുകനെ തകർക്കാൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന DMK-യുടെ നേതാവ് ഇറങ്ങിത്തിരിച്ചത്. കനത്ത തിരിച്ചടി കൃഷ്ണരാജ്